lovelies, welcome back to my channel. എൻ്റെ പേര് അഭിന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ കൊണ്ടാണ്. ഇത് ആക്ച്വലി ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി ഒരു സജഷൻ കിട്ടിയിരുന്നു. അപ്പോൾ ഹെയർ കെയറിൽ ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് ഒരു പ്രോപ്പറായിട്ടുള്ള ഹെയർ ഓയിൽ മസാജ് ആണ്. ഹെയർ ഓയിൽ മസാജ് പറയുമ്പോഴാണ് അതിന് നല്ലൊരു ഹെയർ ഓയിൽ തന്നെ വേണം. നമ്മുടെ ഹെയറിൽ എപ്പോഴും ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ അപ്ലൈ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇന്നൊരു ഹെർബൽ ഹെയർ ഓയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത്. കൂടുതലൊന്നും പറയുന്നില്ല, ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ഇമ്പോർട്ടൻസ് ഞാൻ വീഡിയോൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഓയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാവുകയുള്ളൂ. വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹെയർ ലോസ് വരാനുള്ള ഫസ്റ്റ് റീസൺ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കാൽപ്പാണ്. തുളസി എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ സ്കാൽപ്പിനെ കൂളും ചെയ്യുന്നു. ഹെയറിനെ ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റഡ് ആയി വെക്കാൻ കൂടി തുളസി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളുടെ വീട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതാണ് തുളസി. ഹെയറിലെ ഇച്ചിനെസ്സും ഡാൻഡ്രഫും കുറയുമ്പോൾ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ആവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ വീട്ടിലെല്ലാവരും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണ്. കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ്, അമീനോ ആസിഡ്സ് നമ്മളുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളുടെ ഹെയർ റൂട്ട്സ് അല്ലെങ്കിൽ ഫോളിക്കിൾസിനെയാണ് ഈ ഇൻഗ്രീഡിയൻറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡെഡ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് റിമൂവും കൂടെ ചെയ്യുന്നു. ഡെഡായ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ മുടിയിൽ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവിൽ നല്ല രീതിയിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട്. അത് നമ്മളുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളുടെ ഫേസിൽ മാത്രമല്ല കൊളാജൻ കണ്ടന്റ് ഉള്ളത്, നമ്മളുടെ ഹെയറിലും കൂടെയുണ്ട്. ഈ കൊളാജൻ കണ്ടന്റ് കൊണ്ടാണ് നമ്മളുടെ ഹെയർ സ്ട്രോങ് ആയി കിടക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടം തിക്കായിട്ടുള്ള ഹെയർ അല്ലേ? അതിന് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിപ്പൂവാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ഷുഗറിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ നമ്മളുടെ മുടിക്കും അതിലേറെ നല്ലതാണ്. ഉലുവപ്പൊടി നമ്മളുടെ ഹെയറിലുള്ള ബാക്ടീരിയ, ഫംഗസ് എല്ലാം റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹെയർ റൂട്ട്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അകാലനര ഒരു പ്രശ്നം തന്നെയാണല്ലേ? അതിന് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻറ്റ് ഉലുവപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ ഇത് ഡാൻഡ്രഫിനെയും അവോയ്ഡ് ചെയ്യുന്നു. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഉണക്കിയ നെല്ലിക്കയാണ്, അല്ലെങ്കിൽ ഡ്രൈ ആംല എന്ന് പറയും. ഡ്രൈ ആംല നമ്മളുടെ അകാലനര ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹെയറിനെ സ്ട്രോങ് ആൻഡ് ലസ്ട്രസ് ആക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ചെത്തിപ്പൂവാണ്. ചെത്തിപ്പൂവ് നമ്മളുടെ ഹെയറിലുള്ള ഡ്രൈനെസ് ആൻഡ് ബ്രേക്കേജ് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സ്പ്ലിറ്റൻസിനെയും ഒഴിവാക്കുന്നു. ഹെയർ സ്ട്രോങ് ആക്കി വെക്കണമെങ്കിൽ എന്തായാലും ചെത്തിപ്പൂവ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യുക. നമ്മളൊരു ഹെയർ ഓയിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ആവശ്യമാണ്. ഞാനിവിടെ 250 ml ഓഫ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കുക. ചൂടായി കിടക്കുന്ന പാനിലോട്ട് 250 ml വെളിച്ചെണ്ണ ഒഴിക്കുക. ഓയിൽ ഒന്ന് ബോയിൽ ചെയ്യുന്നത് വരെയാണ് വെക്കേണ്ടത്.
ബോയിൽ ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓയിലിൻ്റെ മുകളിലായിട്ട് ബബിൾസ് ഫോം ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് ബോയിൽ ചെയ്തു എന്ന് മനസ്സിലാകുക. ബോയിൽ ആയതിനു ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആംലയാണ് ഇടുന്നത്. ഡ്രൈ ആയിട്ടുള്ള ആംലയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഉലുവപ്പൊടിയാണ്. 1/4 കപ്പ് ഉലുവപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ സ്റ്റിർ ചെയ്യുക. ഡ്രൈ ആംല പൊങ്ങിയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത്. ഒരു ബൗൾ കറിവേപ്പിലയാണ് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത്. അടുത്തതായി തുളസിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ചെത്തിപ്പൂവ് ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചെമ്പരത്തിപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുക. ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ അതങ്ങനെ തന്നെ വെക്കുക. കണ്ടില്ലേ, നമ്മൾ ആഡ് ചെയ്ത ഇലകളും പൂക്കളും എല്ലാം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് 7 hours അല്ലെങ്കിൽ 7 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 7 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഇൻഗ്രീഡിയൻസും ഓയിലും നമ്മൾക്ക് അരിച്ചു മാറ്റേണ്ടത്. ഏഴ് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻസും ഓയിലും അരിച്ചു മാറ്റാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് നല്ലൊരു ക്ലീൻ ടവൽ വെച്ച് കവർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളുടെ എണ്ണ ഈ നല്ല ക്ലീനായ ടവലിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. ഈ ടവലിൽ ഇനിയും കുറേ എണ്ണ ബാക്കിയുണ്ട്. അതെല്ലാം നമ്മൾക്ക് പിഴിഞ്ഞെടുക്കാം. ഇതാണ് നമ്മളുടെ ഹെർബലായിട്ടുള്ള കാച്ചിയ വെളിച്ചെണ്ണ. ഈ എണ്ണ നല്ല രീതിയിൽ ഹെയറിൽ മസാജ് ചെയ്തിട്ടാണ് നമ്മളുടെ ഹെയർ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ എണ്ണ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതാണ് നമ്മളുടെ ഹെർബലായിട്ടുള്ള കാച്ചിയ വെളിച്ചെണ്ണ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഓയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട്സ് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ ഹെയർ ഓയിൽ ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇനിയും കുറേ ഹെയർ കെയർ ടിപ്സും ഹെയർ റൂട്ടീൻസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until we meet next time, this is me Abhina signing off. Bye. Love you all.